എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. ഞാൻ ഇന്ന് കുറെ ആളുകളെ പോയി കണ്ടിരുന്നു. 5-8 നിരപരാധികൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ രാവിലെ തട്ടുംപുറത്ത് ഉൾപ്പെടെ പോലീസ് കയറി കുട്ടികളുടെ മുമ്പിൽ വലിച്ചഴിച്ചു കൊണ്ടുപോവാ ഒരു കള്ള കേസിൽ പ്രതിയാക്കിയിട്ട്. നിങ്ങൾ ഇനി എന്റെ രാഷ്ട്രീയം വിട്ടോ നിങ്ങളുടെ രാഷ്ട്രീയം വിട്ടോ സാമാന്യ യുക്തി എന്നെ കേൾക്കുന്ന CPM സഹപ്രവർത്തകർ ഉൾപ്പെടെ ആലോചിക്കേണ്ടത്, സാമാന്യ യുക്തി അനുസരിച്ച് 10-ാം തീയതി ഒരു സമരരംഗത്ത് ഒരു ബോംബിന്റെ ബ്ലാസ്റ്റ് ഉണ്ടായാൽ അത് പോലീസ് ശ്രദ്ധിക്കാതിരിക്കുവോ? പോലീസ് അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുവോ? പോലീസ് അതിനെപ്പറ്റി അന്വേഷിക്കാതിരിക്കുവോ? മാധ്യമങ്ങൾ അത് കാണാതിരിക്കുവോ? കേൾക്കാതിരിക്കുവോ? CPM-ന്റെ അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ അത് ശ്രദ്ധിക്കാതിരിക്കുവോ? ആ നാട്ടിലെ ജനങ്ങൾ അത് കാണാതിരിക്കുവോ? UDF-ന്റെ പ്രവർത്തകർ അത് ശ്രദ്ധിക്കാതിരിക്കുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സമരരംഗത്ത് ഒരു ബോംബിന്റെ ബ്ലാസ്റ്റ് ഉണ്ടായാൽ അവിടെ 2 DYSP-മാർ, നിരവധി CI-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒരാൾക്ക് പോലും അത് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ഒരാൾ പോലും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, ഒരാൾ പോലും അതിനെ സംബന്ധിച്ച് FIR-ൽ എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ, അവിടെ ഗ്രനേഡ് അല്ലാതെ പോലീസിന്റെ ഒരു വസ്തുവും പൊട്ടിയിട്ടില്ല എന്ന് 10-ാം തീയതി FIR ഇട്ട പോലീസ് 10-ഉം 11-ഉം 12-ഉം കഴിഞ്ഞ് 13-ാം തീയതി വൈകുന്നേരം അവിടെ UDF ബോംബ് എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ ഉൾപ്പെടെ അതിൽ പ്രതി ചേർക്കാൻ ശ്രമിച്ചിട്ട് കുറെ നിരപരാധികളെ നിങ്ങൾ ജയിലിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാൻ ഒരു ശ്രമം നിങ്ങൾ നടത്തി. അവർക്ക് ജാമ്യം കൊടുക്കുമ്പോൾ കോടതി പറഞ്ഞ കാര്യം എടച്ചേരിയിലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലക്ക് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് ഞാൻ വായിക്കുന്നു. ഫ്രം ദ ഫാക്ട്സ് റിവീൽഡ് ഫ്രം ദ കേസ് ഡയറി, പോലീസ് കൊടുത്ത കേസ് ഡയറിയിൽ നിന്ന് മനസ്സിലാക്കിയ വസ്തുതകൾ പരിശോധിച്ച്, പർട്ടിക്കുലർലി FI സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ കൊടുത്ത ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് തിരിച്ചറിഞ്ഞു. It is prima facie found that the subsequent crime was registered only to cover the negligence of the police in handling the grenade. കോടതിയുടെ ഉത്തരവിൽ ജാമ്യം കൊടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് പോലീസിന്റെ കേസ് ഡയറി പരിശോധിച്ച്, നിങ്ങളുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച്, അതിൽ നിന്ന് മനസ്സിലാക്കിയ വസ്തുതകൾ വെച്ച് അപഗ്രഥിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ രണ്ടാമതുണ്ടാക്കിയ ബോംബ് കഥ, ബോംബ് കേസ്, ഗ്രനേഡ് എറിഞ്ഞപ്പം നിങ്ങൾക്ക് പറ്റിയ വീഴ്ചയെ മറച്ചുവെക്കാൻ ഉണ്ടാക്കിയ കഥയാണ് എന്ന് ഇന്നാട്ടിലെ കോടതി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു,